ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 23 തിങ്കളാഴ്ചയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്. കൂടാതെ മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ദിവസം കൂടിയാണ്. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന്. കൂടാതെ നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പ് കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നിഫ്റ്റി ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. എന്തായാലും നിഫ്റ്റി 26,000 എന്ന ഒരു മാജിക് നമ്പറിലേക്കാണ് കുതിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. 26,000 നോർമലി ഫിനാൻസ് സെക്ടറിലും IT സെക്ടറിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നാണ് എക്സ്പേർട്ടുകൾ പ്രതീക്ഷിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ലോങ് ഹോൾഡിങ് വരുന്ന ഒരു IT സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവണം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ ഇവിടം തൊട്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ബ്രേക്ക് ഔട്ടിൻ്റെ ടൈം ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ 1200ഓളം പോയിൻ്റാണ് ഏകദേശം ഈ സ്വിങ് ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ്. സോ നമുക്ക് മുകളിലോട്ടും ആ ഒരു സംഭവം തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏകദേശം 26,200 ആ ലെവലിലേക്ക് മാർക്കറ്റ് കയറിപ്പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 25,506 അതായിരുന്നു നമ്മുടെ ആ ഒരു ലെവൽ. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ. ഒരു ദിവസം അതിൻ്റെ ഗ്യാപ്പ് അപ്പ് വന്നു, റീടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് മാർക്കറ്റ് അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി കയറിപ്പോയി 26,500 ആ ലെവലിലേക്ക് 1,000 പോയിൻ്റാണ് ഇവിടുന്ന് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 26,000 മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും പവർഫുള്ളായിട്ടാണ് മാർക്കറ്റ് കയറി പോകുന്നത്. സോ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ കയ്യിൽ നിന്നും കാശ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട മുൻകരുതലുകൾ നിങ്ങൾ ചെയ്യണം. എന്ന് വെച്ച് കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം വിറ്റൊഴിവാക്കണം എന്നല്ല. എങ്ങനെയെങ്ങാനും വലിയൊരു ഫോള് താഴോട്ട് വരില്ല. കാരണം ഇതൊരു ബുൾ റൺ സ്റ്റാർട്ടിംഗ് ആണ്. അത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു 2 ദിവസത്തെ കൺഫർമേഷൻ കിട്ടാനുണ്ട്. ഇന്നത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് ആണെങ്കിൽ ബുൾ റൺ കൺഫർമേഷനാണ്. ദെൻ 26,000 കടന്നു പോവുക എന്ന ഒരു വലിയൊരു ടാസ്ക് എൻ്റെ മുന്നിലുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും ഒരു 600-700 പോയിൻ്റെങ്കിലും നമുക്ക് ഫർദർ അപ്പ് റാലി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഇന്നത്തെ ഒരു സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ്, മാൻകൈൻഡ്, അദാനി ടോട്ടൽ ഗ്യാസ്, ആരതി ട്രക്സ്, BHEL, ബെല്ലുണ്ട്, 2 ബെല്ലുണ്ട്. സോ HFCL, വോഡാഫോൺ ഐഡിയ, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ ഒരു ഇന്നലെ വരെ ന്യൂസിൽ ഉണ്ടായിരുന്നത്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് ക്ലോസ് ചെയ്തത്. അതേസമയത്ത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം US റേറ്റ് കട്ട് വന്നതോടുകൂടി ഏഷ്യൻ മാർക്കറ്റ് ഒന്ന് സജീവമായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട്. ഇനി കുറച്ച് നാളുകൾ ഈ ഒരു സംഭവം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മാർക്കറ്റ് ഹൈലി വൊളാറ്റൈലായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രതിഭാസമാണ് ഹൈ വൊളാറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും. ഇന്ന് മുകളിലോട്ട് പോകുന്ന പ്രതീക്ഷ ഒറ്റയടിക്കത് താഴോട്ട് പോകും. നമുക്ക് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. ടെക്നിക്കൽസിനൊന്നും അധികം ഫോളോ ചെയ്യില്ല. പക്ഷെ നല്ല മൊമെൻറ്റം ഉണ്ടാവും. വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെ കൂടുതൽ കിട്ടും. മാർക്കറ്റ് നന്നായി കയറിപ്പോവും. അപ്പോൾ അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ദെൻ എന്താ പറയുക, പ്രോഫിറ്റ് ഇതുവരെ ലോസ് ഉണ്ടാക്കിയതൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 25,840 26,000 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,868 28 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്ന 25,902 ഓപ്പണായ സ്ഥലത്ത് നിന്ന് 34 പോയിന്റ് മുകളിലാണ്. അതേസമയത്ത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം 62 പോയിന്റ് മുകളിലായിട്ടാണ് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. സൂപ്പർ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ 25,900 എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഡേ ഹൈ പറയുകയാണെങ്കിൽ 934 വരെയും വന്നിട്ടുണ്ട്. സോ
ഇതൊരു 26,000 26,026 അതാണ് ആ ഒരു മാജിക് നമ്പർ. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ റിജക്ഷൻ ഉണ്ടാവും. IT സെക്ടറിലും ബാങ്കിങ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതാണ് ഇനി ശരിക്കും പറക്കാൻ പോകുന്ന സെക്ടറുകൾ അതാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇപ്പോൾ ചെയ്തിട്ട് പിന്നെ ഒന്ന് പൊക്കി കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നമ്മൾ കാണുക. സോ അതിനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ജൂഡോ ബാങ്ക് സർവീസസ് PMI, ഇന്ത്യയുടെ HSBC കമ്പോസിറ്റ് PMI, HSBC സർവീസസ് PMI, ഇന്ത്യ HSBC മാനുഫാക്ചറിങ് PMI, ഈ 3 പ്രധാനപ്പെട്ട ഡാറ്റകൾ ഇന്ന് പുറത്തു വരാനുണ്ട്. ഫ്രാൻസ് HSBC മാനുഫാക്ചറിങ് PMI, ജർമ്മനി HCOB മാനുഫാക്ചറിങ് PMI, ഫ്രാൻസ് HCOB മാനുഫാക്ചറിങ് PMI, then USA S&P Global Manufacturing PMI, USA S&P Global Services PMI, US S&P Global Composite PMI, UK S&P Global Composite PMI. ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി ഒറീസ മിനറൽസ് ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന ഒറ്റ കമ്പനി മാത്രമേ എനിക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. F&O ബാനിൽ വന്നിരിക്കുന്നത് ആരതി ഇൻഡസ്ട്രീസ്, സെയിൽ, ബയോകോൺ, RBL ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, PNB, GNFC, OFSS, ഗ്രാനൂൾസ്, നാഷണൽ അലുമിനിയം, LIC ഹൗസിംഗ് ഫിനാൻസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുള്ളത്. ഇന്ന് F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 14,064 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. അതേ സമയത്ത് ഇതുവരെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി നല്ല രീതിയിൽ പണം പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 4,427 കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 9,636 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 38,400 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. സോ ഈ മാസത്തിൽ എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് ഈ മാസം ഗ്രീനിൽ തന്നെ അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,526 ഓപ്പണായി 25,791 ക്ലോസ് ചെയ്തു. അതായത് 265 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 384 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത്. അതേസമയത്ത് ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 457 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നോർമൽ CPR ആണ്. അപ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പണാകാൻ പോകുന്നത് 12.79 പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 1.49 ആണ്. സൂപ്പർ ബുള്ളിഷ് ആയി നമ്മുടെ മീറ്റർ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. സൂപ്പർ നല്ല പോലെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബുള്ളിഷാണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 26,000-ലാണ്, 66 ലക്ഷം. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,500-ലാണ്, 86 ലക്ഷമാണിത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 557 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 301 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. സെൻസെക്സ് 941 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കി. മിഡ് ക്യാപ്പ് ആണെങ്കിൽ 24 പോയിന്റിന്റെ നഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. ഇന്ന് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 13,197-ലാണ്. ഡേ ലോ ആണെങ്കിൽ 13,028-ലാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു മൊമെൻറ്റോ ഇല്ലാത്ത രീതിയിൽ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിലുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇനി ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈനേക്കാളും ഒരല്പം മുകളിലായിട്ട് ഇന്നത്തെ ഡേ ഹൈ വരുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡേ ലോൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ ഇന്നത്തെ ഡേ ലോ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ രീതിയിലൊരു പോസിറ്റീവ് ക്ലോസിങ് കിട്ടാനുള്ള സാധ്യതയാണ്. വൈഡ് ആയിട്ടുള്ള ഒരു CPR ആണ്. അതുകൊണ്ട് തന്നെ നാരോ റേഞ്ച് മൂവ്മെൻറ്റിന് സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ ഒരു റെയർ കേസ് സിനാരിയോയിൽ 13,351 വരെ 59 വരെ ഡേ ഹൈ പോയേക്കാം. അതേപോലെ 12,852 വരെയും ഡേ ലോ വന്നേക്കാം. എനിക്ക് തോന്നുന്നത് ഇന്ന് നാരോ റേഞ്ചിൽ മാർക്കറ്റ് അവസാനിക്കും എന്നാണ്. നോക്കാം എന്തായാലും ലൈവ് മാർക്കറ്റിൽ. CPRൻ്റെ ഈ ഒരു സോൺ നമുക്ക് നോട്രേറ്റ് സോണായിട്ട് വലിയൊരു സോണാണ്. അവിടെ നോട്രേറ്റ് സോണായിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. അതായത് 13,136-ൻ്റെയും 13,053-ൻ്റെയും ഇടയിലുള്ള ഒരു 80ഓളം പോയിന്റിൻ്റെ ഒരു സോൺ.
നമ്മൾ നോ ട്രേഡ് സോണായിട്ട് ഇവിടെ കരുതി വയ്ക്കുന്നു. ഫർദർ അപ്പ് മൂവ്മെൻറ്റ് 13,198, അതായത് 13,200 ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് വരാൻ എല്ലാവിധ സാധ്യതയുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോവുക എന്നുള്ളത് ഒരല്പം കടുകട്ടിയായിരിക്കും. ഇനി താഴോട്ട് വരികയാണെങ്കിൽ യെസ്റ്റർഡേ ലോയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. ഇതിൻ്റെ ഫർദർ ഫോൾ വരാതിരിക്കാൻ മാർക്കറ്റ് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു മിഡ് ക്യാപ്പിൻ്റെ. കാരണം മിഡ് ക്യാപ്പിൽ ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇത് ഒരു റേഞ്ച് ബൗണ്ട് ഡേ ആയിട്ട് തീരാൻ സാധ്യതയുണ്ട് മിഡ് ക്യാപ്പിൽ. റൈറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you very much. See you again.